അമ്മേ, അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ല അല്ലേ? ദേഷ്യമല്ല, എനിക്ക് പേടിയാ. ഏത് നിമിഷം നിനക്ക് വല്ല ആപത്തും വരുമോന്നുള്ള പേടി. അമ്മയുടെ നെഞ്ചിൽ ഈ പേടി കൊണ്ടിട്ടത് ആരാണെന്നറിയോ? ആ ഹരികൃഷ്ണൻ. അയാൾ വന്നുപോയത് മുതലാ അമ്മയ്ക്ക് അന്ത്യമില്ലാത്ത വെപ്രാളം കൂടിയത്. അതെ, അയാള് പറഞ്ഞത് കേട്ടതു മുതല് എനിക്ക് ആകെ ടെൻഷനാ. കാണാതായ മകനെ പറ്റി അന്വേഷിക്കാത്ത ഒരമ്മയാണ് ഞാനെന്ന് അയാൾക്ക് മനസ്സിലായി. ഇനി ഏത് സമയവും അവരുടെ അടുത്ത സ്റ്റെപ്പ് ഉണ്ടാവും. നിന്നിലേക്ക് അവരടുത്തോണ്ടിരിക്കുക. ഇല്ലമ്മേ, ഒരിക്കലും എന്നെ കണ്ടെത്താൻ അവർക്കാവില്ല. പക്ഷേ അമ്മയിലൂടെ അവർ ചിലപ്പോ സത്യം തേടിപ്പിടിക്കും. പക്ഷേ അതിനൊരു മറുമരുന്നുണ്ട്. അവര് കളിച്ച അതേ നാണയത്തിലൂടെ നമുക്ക് തിരിച്ച് അങ്ങോട്ടൊരു മറുപടി കൊടുക്കാം. എന്താ നീ പറയുന്നേ? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ലെന്ന് പറയില്ലേ? ആ ഹരി ഇവിടെ വന്ന് ഷോ കാണിച്ചതിന് പകരം അങ്ങോട്ടൊരു പ്രകടനം. പ്രകടനോ? എന്ത് പ്രകടനം? അയാൾ ഇവിടെ വന്നില്ലേ? എന്റെ അമ്മ അതുപോലെ ചന്ദ്രത്തൊന്ന് പോണം. ഞാൻ ചന്ദ്രത്തേക്ക് പോണെന്നോ? നിനക്കെന്താടാ, ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ആ, സംഭവിച്ചു. എന്റെ ബുദ്ധി കൂടുതൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ചന്ദ്രത്ത് നിന്ന് ചോദ്യങ്ങളുമായി ഓരോരുത്തർ വരാതിരിക്കണമെങ്കിൽ ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോണം. മരണപ്പെട്ട എനിക്കെന്തായാലും പോകാൻ പറ്റില്ല. പകരം അമ്മ പോണം. അമ്മ ചെന്ന് പ്രശ്നം ഉണ്ടാക്കണം. മകനെ കാണാതായ ഒരു അമ്മയുടെ വേദന അവരറിയണം. നന്ദൻ എന്നെ അപായപ്പെടുത്തിയതാണെന്ന് പോലും പറയണം. ഇനി ആരെയും ഇങ്ങോട്ട് അയക്കരുതെന്ന് താക്കീതും ചെയ്യണം. അതൊന്നും അല്ലടാ ഇപ്പൊ വേണ്ടത്. നീ ചെയ്യുന്ന കള്ളത്തരങ്ങൾ തുറന്നു പറയണം. അതോടെ ഒക്കെ അവസാനിക്കും. വേണ്ട, അങ്ങനെ ഇത് അവസാനിക്കണ്ട. അമ്മ പോയേ പറ്റൂ. എന്നെ വേണമെന്നുണ്ടെങ്കിൽ, നാളെ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ ആഗ്രഹം അമ്മ സാധിച്ചു തരണം. എടാ ഋഷി, ആ വീട്ടിലെ എല്ലാവരും നല്ലവരാ, പാവങ്ങളാ. ഓ, ഇപ്പൊ നമ്മളെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാത്തവരാ. അതൊക്കെ ഇപ്പോഴല്ലേ? ഭൂതകാലങ്ങളിൽ അങ്ങനെ അല്ലായിരുന്നല്ലോ. അന്ന് അമ്പലത്തിൽ വെച്ച് അമ്മ വീണപ്പോ പ്രഭാവതി രക്ഷിച്ചതും ശുശ്രൂഷിച്ചതും ഒക്കെ അമ്മ എന്നോട് പറഞ്ഞു. ഇപ്പൊ അവരമ്മയുടെ സുഹൃത്തിനെ പോലെയല്ലേ? അപ്പൊ അമ്മയ്ക്ക് പറ്റും. കൂട്ടുകാരിയോ ശത്രുവോ അതൊന്നും അല്ല ഇവിടെ വിഷയം. ന്യായം അവരുടെ ഭാഗത്താടാ. മകന്റെ കാര്യവും പറഞ്ഞ് അവരുടെ മുമ്പിൽ നാടകം കളിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പറ്റും. അമ്മ നാളെ ചന്ദ്രത്തേക്ക് പോവും. പോയേ പറ്റൂ. ഇല്ലെങ്കിൽ നാളത്തെ സൂര്യോദയത്തിൽ അമ്മ എന്നെ കാണില്ല. ഋഷി, ഋഷിയാ പറയുന്നേ. ഇത് സത്യം.